എല്ലാവർക്കും ബയോമെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിക്സ്ഡ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ്. ഇതും ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. കാരണം ഇതൊരു ഡയറി ഫാം, അതായത് അവരെ ഓൺ ഡയറി പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന ഒരു ഡയറി ഫാമിലേക്ക് വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സ്ലറി ടാങ്ക് കഴിഞ്ഞിട്ട് ഓവർഫ്ലോ ടാങ്ക് തന്നെ നമ്മൾ ഏകദേശം ഒരു 25,000 ലിറ്ററിൻ്റെ ടാങ്കാണ് പണിതിരിക്കുന്നത്. ഇത് ഭൂമിയുടെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അവർക്ക് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ മണ്ണും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ടർ ബോളും നമുക്കിതിൽ കാണാം. അപ്പോൾ എന്തായാലും വലിയൊരു വീഡിയോ ആണ്, ഒരു 5 മിനിറ്റ് ഏകദേശം ഉള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പോകാം വീഡിയോയിലേക്ക്. ഈ പ്ലാന്റ് നമ്മൾ മൊത്തത്തിൽ പണിത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 25 പശു 30 പശു എന്നുള്ള കണക്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാനാണ്. ഇവിടെ വേറൊരു പ്ലാന്റ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ടോട്ടലി ഒരു 100 പശുവിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഡയറി ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ജസ്റ്റ് കഴിയുന്നേ ഉള്ളൂ. അതുകൊണ്ട് പൈപ്പ് ലൈനോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ്കവേഷനാണ്. ഫുള്ളായിട്ട് കുഴിയെടുത്ത് അതിൻ്റെ അടിയിൽ നമ്മൾ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറായ ചട്ടിക്കുഴി കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഫെറോ സിമെൻ്റ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷ് തയ്യാറാക്കും. മെഷ് നമ്മൾ കമ്പി വെച്ചിട്ട് ഒരു ഹോൾഡ് കൊടുക്കും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫുൾ പുറം തേക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൽ ഔട്ടർ വോൾ വരുന്നതുകൊണ്ട് സ്ലറിയുടെ യൂണിറ്റ് പണിയാനായിട്ട് നമ്മളൊരു 4 അടി 5 അടി കനത്തിൽ കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു RCC ചെയ്തതിന് ശേഷമേ സ്ലറി ടാങ്ക് ഉയർത്തി കൊണ്ടുവരും. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും വീഡിയോ നമ്മൾ അതിൻ്റെ ഫൈനൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതൊരു ഫോട്ടോയും എൻഡിൽ കാണിക്കുന്നുണ്ട്. ഈ മോഡൽ പ്ലാന്റുകൾ നമ്മൾ ചെയ്യാനായിട്ട് ഒരു ഫാമിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കോ, ഏത് മേഖല ആയിക്കോട്ടെ, ഭക്ഷ്യമാലിന്യമോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഫാമുകളുടെ മാലിന്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പം നിർബന്ധമാണ്. PCB നോംസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ബില്ലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ തരുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാചകവാതകമാണ്. അതായത് ഈ ഗ്യാസ് നമുക്ക് ഒന്നില്ലെങ്കിൽ വലിയ കപ്പാസിറ്റി, ഒരു 1 ടണ്ണിന് മേലേക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബയോജൻ ഉപയോഗിച്ച്, ബയോഗ്യാസ് ജനറേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, അത്രയും വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫുൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ അവരുപയോഗിക്കുന്നത് ഇതിൻ്റെ ബോട്ട്ലിംഗ് യൂണിറ്റിലേക്കാണ്. ബോട്ട്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്യാസ് സ്റ്റീമറിലേക്ക് കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബേണിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബേൺ ഹൗസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഒരു പ്ലാന്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 1 ടൺ കപ്പാസിറ്റിയിലാണ്. അപ്പോൾ ബയോഗ്യാസ് ജനറേറ്ററും നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഫുൾ ഫ്ലഡ്ജിൽ വർക്കാവുന്നത് ഏകദേശം ഒരു 2021 ഡിസംബർ ആവും. അപ്പോൾ അതിനുശേഷമാണ് പശുക്കളെ ഇതിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായിട്ടുള്ള ഒരു 20-25 പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റാണ് ചെയ്തിട്ടുള്ളത്. അഗെയിൻ 1 ടണ്ണിൻ്റെ പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഫിക്സ്ഡ് പ്ലാന്റ് നിങ്ങളുടെ ഫാമുകളിലേക്കോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലേക്കോ എന്ത് മേഖല ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള എവിടെയാണെങ്കിലും നമ്മൾ വന്ന് ചെയ്യും. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ തന്നെ നമ്മുടെ ഡേറ്റ് നോക്കിയിട്ട് അവിടെയും വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആന്ധ്രയിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഗുഡ് ബൈ. ഞങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോർട്സും റീൽസും നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന പ്ലാന്റിൻ്റെ അപ്ഡേഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യും. താങ്ക് യു. ബൈ.